കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ കണ്ണീരിലാഴ്ത്തിയ ജീവിതത്തിന്റെ മധുരം നുണയാൻ തുടങ്ങി വരുമ്പോഴേക്കും മരണം തട്ടിയെടുത്ത രണ്ട് കൊച്ചരജന്മാരുടെ മരണങ്ങളിലേക്ക് ഉത്തരവാദികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ ഒരുപാട് സമർത്ഥിക്കേണ്ടി വരും. കാരണം കുറ്റിപ്പുറം മുതൽ പൊന്നാനി വഴി ചാവക്കാട് വരെ ദേശീയപാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്നു. മാസങ്ങൾക്ക് മുൻപ് വെളിയൻകോട് സ്വദേശി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമലിലെത്തിയ യൂസഫ് എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടതും, ഇപ്പോൾ വെളിയൻകോട് സ്വദേശി ആഷിഖ്, വളവ് സ്വദേശി ഫാസിൽ ഇവരുടെ മരണവും ദേശീയപാത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കമ്പി തറച്ചു കയറിയാണ്. കൂട്ടിയിട്ട മെറ്റൽ കൂരയിൽ ബൈക്ക് തെന്നി വീണ് പൊന്നാനി സ്വദേശിയും മരണപ്പെട്ടു. അലക്ഷ്യമായ നിർമ്മാണം, സുരക്ഷയില്ലാത്ത ക്രമീകരണം, ഇതൊക്കെ തന്നെയാണ് ഈ മരണങ്ങളിലേക്ക് നയിച്ചതെന്ന് പറയേണ്ടി വരും. അത് പറയാനൊക്കെ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. എവിടെയും അപകട സൂചനകൾ നൽകുന്ന ഒന്നും തന്നെയില്ല. ഡിവൈഡറുകൾ തോന്നിയ പോലെ സ്ഥാപിച്ചിരിക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിലും ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന കമ്പികൾ തുറച്ചു നിൽക്കുന്നു. ആ കമ്പികളിൽ എവിടെയും ഒരു അപായ സൂചനകളില്ല. നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായി സൂക്ഷിക്കുന്നതും നേരിൽ കാണാൻ കഴിയുന്നതാണ്. റോഡിൽ തന്നെ മെറ്റൽ ഇട്ടതിന്റെ ഭാഗമാണ് ബൈക്ക് തെന്നി വീണ് പൊന്നാനി സ്വദേശി മരണപ്പെട്ടതും അത് ചേർത്ത് പറയേണ്ടി വരും. രാത്രികളിൽ ഒരു തരിമ്പ് പോലും വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളാണ് ഏറെയും. പോകേണ്ട വഴികൾ രേഖപ്പെടുത്തിയ ബോർഡുകളില്ല. മുന്നോട്ട് റോഡുകൾ ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല. പേടിപ്പെടുത്തുന്ന യാത്രയാണ് ഏവർക്കും അധികൃതർ സമ്മാനിക്കുന്നത്. ഉത്തരവാദപ്പെട്ടവർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതും കണ്ണടക്കുന്നതും കൂടുതൽ ജീവൻ പൊലിയാൻ കാരണമാകുമെന്ന് ഭയപ്പെടുന്നു. നിയമം തെറ്റിക്കുന്ന വാഹനങ്ങളെ പിടികൂടാൻ വഴിയരികിൽ കാത്തു നിൽക്കുന്ന പോലീസ് അധികാരികളും, അധികാരം വിനിയോഗിക്കേണ്ട അധികാരികളെ, നിർമ്മാണ കമ്പനികളെ, ഉദ്യോഗസ്ഥരെ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ഇനിയും ചെലുത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇനിയും റോഡിൽ പൊലിയേണ്ടി വരും. ഇവരൊക്കെ ഈ ഓരോ കുടുംബത്തിന്റെയും അത്താണികളാണ്, ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ കരുണ കാണിക്കണം. ഇനി എന്റെ പ്രിയപ്പെട്ട മക്കളോടാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നത് തുടങ്ങി മാസങ്ങളേറെയായി. നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ നമ്മൾ കടന്നുപോയ വഴി തടസ്സമൊന്നും കാണില്ല. പക്ഷേ വൈകി തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മുടെ ജീവൻ എടുക്കാൻ പാകത്തിന് റോഡിൽ കമ്പികളും മറ്റു നിർമ്മാണ സാധനങ്ങളും കൂട്ടിയിട്ട് അപകട സാധ്യത കൂടുതലാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവൻ നമ്മുടേതാണ്. നമ്മുടെ ജീവൻ എടുക്കാൻ പാകത്തിന് കമ്പികളും മറ്റും നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ യാത്ര തുടരുക. നമ്മളെ മാത്രം ആശ്രയിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇനി ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, ഒപ്പം പ്രാർത്ഥിക്കാം.